രാമേന്ദ്രേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പലർക്കും പല കാര്യങ്ങളും പറയാണ്ടാവാം. എനിക്ക് രാമേന്ദ്രേട്ടൻ ഇഷ്ടം. രാമേന്ദ്രേട്ടൻ ആനയെ കൊണ്ടുവരുന്നതും മെയിനായിട്ട് സത്യം പറഞ്ഞ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കാൻ വരാൻ കാര്യം എനിക്ക് ഈ പഴയ ആൾക്കാർ കുറച്ച് കഥകൾ കുറെ കേൾക്കണം. പാറശ്ശേരി ചാമിയേട്ടൻ സംഭവം എന്താ വെച്ചാൽ നമ്മൾ മറ്റു പല ലഹരികൾക്കും നമ്മൾ ആനയെ കൊണ്ടുനടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കാനും നമ്മളെ കമ്പനി കൂടാനും വിളിക്കാൻ 100 ആളുണ്ടാവും. നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ വിളിക്കാൻ നമ്മൾ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ള വിവരം നമ്മുടെ ആനക്കാർ സഹോദരന്മാർ മനസ്സിലാക്കിയാൽ അവിടെ ആൾ വിജയിച്ചു എന്നർത്ഥം. മനസ്സിലാക്കിയ ആൾ വിജയിച്ചു, അത്രയുള്ള കാര്യം. പിന്നെ കറണ്ട് ഒരു പ്രത്യേകത നമ്മൾ നോക്കിയിട്ടുള്ള കാരണം നമ്മളോട് നിർത്തിയിട്ടുണ്ടല്ലോ, അറിയാലോ. ഭയങ്കര സങ്കടം വരും എനിക്ക്. നമ്മൾ ആവശ്യമായിട്ട് അടിക്കടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വിഷമം വിട്ടു പോകാൻ കുറേ സമയം പിടിക്കും. പ്രിയപ്പെട്ട ആൾക്കാരിൽ ഉണ്ണിയേട്ടൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആനക്കാർക്കിടയിൽ അത്യാവശ്യം പ്രിയപ്പെട്ട ഒരാളാണ് നായർ സാബ്, രാമേന്ദ്രേട്ടൻ. എപ്പം ആ ഒരു ബന്ധത്തെക്കുറിച്ച്, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് കാണാറുണ്ട് നായർ സാബിലേക്ക് പോവാ. എനിക്ക് രാമേന്ദ്രേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും പല കാര്യങ്ങളും പറയാണ്ടാവാം. എനിക്ക് രാമേന്ദ്രേട്ടൻ ഇഷ്ടം. രാമേന്ദ്രേട്ടൻ ആനയെ കൊണ്ടുവരുന്നതും ആനയെ നിർത്തുന്നതും ആ വൃത്തിയും വെടുപ്പും. രാമേന്ദ്രേട്ടൻ്റെ പ്രായം ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. രാമേന്ദ്രേട്ടൻ ഇപ്പോൾ ആനയമ്മ ഇല്ലാതെയായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ധർമ്മനാനയമ്മ ഒഴിവായിട്ട് ഇപ്പോൾ വേറെ ആനയ്ക്ക് പോവാതിരുന്നത്. ആള് ആനക്കാർക്കിടയിലെ മമ്മൂട്ടിയാണെന്ന് ഞാൻ പറയാം. എന്താ വെച്ചാൽ ആള് അങ്ങനെ തന്നെ ഞാൻ പറയാറ്. നല്ല സ്റ്റൈലല്ലേ, രസമായി ജോലി ചെയ്യും. പിന്നെ അയാൾ കൊണ്ടുവരുന്ന ആനയ്ക്ക് അയാളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ചെരുപ്പടിക്ക് അമരത്ത് ചെരുപ്പടിക്ക് കൂട്ടിയിട്ട് ആൾ കോലിയാരി പോയി അവിടെ വരെ നിൽക്കുവാൻ. അങ്ങനെ നല്ല സിസ്റ്റമായിട്ട് ആനയെ കൊണ്ടുവരുന്ന ഒരാളാണ്. പണി നമുക്ക് കണ്ടാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. ഞാൻ ആ ബന്ധം ഇപ്പോഴും നിലനിർത്താറുണ്ട്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് ഞാനൊരു LP സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇന്നത്തെ ചെർപ്പുളശ്ശേരി രാജശേഖരനെ വാങ്ങുന്നത്. വടക്കാഞ്ചേരി ഗ്രാങ്ങട്ട് തമ്പുരാൻ ആൾ വാങ്ങിയ ആനയിൽ ഈ പേര് ഞാൻ പറയാൻ മറന്നു. ആനയും ചെർപ്പുളശ്ശേരി ശേഖരനൊക്കെ തമ്പുരാൻ്റെ ആനകളായിരുന്നു. അത് രണ്ടുപേരും നമ്മൾ പറഞ്ഞില്ല. ഓർഡർ പ്രകാരം പറയാൻ പെട്ടെന്ന് ഓർമ്മയുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഈ മാരാത്ത പറമ്പിലാണ് ഈ ആന വന്നിരുന്നത്. അതിൻ്റെ മേലെ ആകെ വ്രണങ്ങളായിരുന്നു, കിടക്കത്തരമ്പൊക്കെ. രാമേന്ദ്രേട്ടൻ നോക്കണത് അന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ആളുടെ കൂടെ വരവൂർ ഗോപി എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു, ഇപ്പോഴും ആളുണ്ട്. അങ്ങനെയാണ് ആനയെ നോക്കി വൃത്തിയാക്കി സദസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അന്നത്തെ ആളുടെ പ്രായത്തിൻ്റെ ആ ശൂരത ഇപ്പോഴും ആൾക്ക് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് പലപ്പോഴും ആളെ കാണാൻ പോകാറുണ്ട്. പിന്നെ ആൾക്കും ഇടയ്ക്കൊക്കെ വിളിക്കുന്ന സന്തോഷം. അവർക്ക് ഈ പൂരപ്പറമ്പോഴും ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ലൈവായിരുന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ഉൾവലിയുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ടുണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ മാത്രം ജീവിച്ച ആൾക്കാരില്ല അവർ. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ആളെ മാത്രമല്ല, തിരുവേപ്പുറം ഇഷ്ടമായിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ, വാണിയംകുളം ഗോപിയേട്ടൻ, പാറശ്ശേരി വെല്ലിജാമിയേട്ടൻ, ആറ്റക്കര നാരായണേട്ടൻ, അങ്ങനെ എനിക്ക് അടുപ്പമുള്ള എല്ലാവരോടും ഞാൻ നല്ല ബന്ധം സൂക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് രാമേന്ദ്രേട്ടൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പാറമേക്കാവ് പൽപ്പനാവൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബീഹാർ ആനയാണ്. പ്രത്യേകിച്ച് ഈ എഴുത്തച്ഛൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ ഡേവിസറിൻ്റെ കുട്ടിശങ്കരൻ, തെച്ചിക്കോട്ട്, രാമേന്ദ്രൻ എന്നൊക്കെ പറയുന്ന ബീഹാർ ആനകളുടെ പോലത്തെ ഒരുവിധം എടുപ്പില്ലാത്തൊരു ആനയായിരുന്നു. ആ ആനയുടെ എടുപ്പ് എന്തായിരുന്നു? രാമേന്ദ്രേട്ടനായിരുന്നു. പാറമേക്കാവ് പൽപ്പനാവൻ എന്ന് പറഞ്ഞ ആനയുടെ തലയെടുപ്പ് രാമേന്ദ്രേട്ടനായിരുന്നു. ആള് 10 പവന്റെ ചെയിനൊക്കെ ഇട്ട് ആനയും പിടിച്ച് വരണ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രഭയും ആനയിലേക്ക് വരും. അതാണ് ആളുടെ പവറായിരുന്നു. നേരാമണ്ണം നല്ല കയ്യോ മുഖമോ ഒന്നും ഇല്ലാത്തൊരു ആനയായിരുന്നു. യോഗം ചെയ്തൊരാന. പാറമേക്കാവിൽ അമ്മയുടെ കോലം കയറ്റാൻ ഭാഗ്യമുണ്ടായി. തൃപ്പൂണിത്തറ, വൈക്കത്ത് അഷ്ടമിക്കൊക്കെ ഞാൻ പോയി ആനോടെ. അപ്പോൾ അതങ്ങനെ ചില ആനകൾക്ക് കിട്ടുന്നൊരു നിയോഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ആനയുടെ പവർ എന്ന് പറയുന്നത് രാമേന്ദ്രൻ. അതിന് ഒരുപാട് ആനക്കാർ കയറി. ബീഹാറിൽ നിന്ന് വന്ന കാലത്ത് തന്നെ ബീഹാറിൽ നിന്ന് വന്ന വഴിക്ക് തലകെട്ടി കെട്ടിയ ആനയാണത്. ഈ പലപ്പോഴും അത്ര സാധു പിടിച്ച ആനയായിരുന്നു ആദ്യമൊക്കെ. ചെറിയ പോക്കരുതനം പിന്നീട് ഉണ്ടായി. പക്ഷേ അത് വന്ന അഴിച്ച് ആറാട്ടുപുഴ രാമൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പിന്നെ കടുവ വേലേതേട്ടൻ്റെ ഒരു അളിയുണ്ട്, രാമൻകുട്ടി. അനിയനല്ല, അളിയനൊരു രാമൻകുട്ടിയുണ്ട്. അനിയൻ മാത്രമല്ല, അളിയനും ഉണ്ട് രാമൻകുട്ടിയാണ്. ആൾ കൊണ്ടുവരുന്നു. ആളുടെ കൂടെ ഒരു പ്രേതൻ ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. പിന്നീടാണ് കണ്ണുമണിയേട്ടൻ വരുന്നത്. അദ്ദേഹം പാറമേക്കാവിലല്ല, മന്ദിരത്തിൽ നിന്നുണ്ട് ഇപ്പോൾ കണ്ണുമണിയേട്ടൻ. ആൾ നന്നായി കൊണ്ടുവന്നിട്ട് പിന്നെ രാമേന്ദ്രേട്ടൻ വരണം. രാമേട്ടൻ വന്ന കാലഘട്ടം തൊട്ട് ആനയ്ക്ക് പിന്നീട് ഒരു ആനയുടെയും ആളുടെയും സമയമായിരിക്കും നല്ല പ്രശസ്തിയായിരുന്നു. അത് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ആളുടെ ഇഷ്ടം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ചെറുപ്പക്കാരെ പല ആനക്കാരെ ശ്രദ്ധിച്ചോളൂ, അവരൊക്കെ സെലിബ്രിറ്റി ആനകളെ കൊണ്ടുവന്നാൽ പിന്നെ അത്തരം ആനകളെ തെരഞ്ഞെടുക്കും. രാമേന്ദ്രേട്ടൻ കറ തീർന്ന ഒരു തൊഴിലുകാരനാണ്. രാമേന്ദ്രേട്ടൻ പൽപ്പനാഭനെ കൊണ്ടുവന്നു, ശ്രീനിവാസനെ കൊണ്ടുവന്നു. ഇനി ചെറിയൊരു ആനയ്ക്ക് വിളിച്ച ചെറിയ ആനയ്ക്ക് വരുന്നു. മനസ്സിലായോ പറഞ്ഞേ? പല നമ്മുടെ ആനക്കാർ നോക്കിക്കോളൂ. വലിയ ആളെ കൊണ്ടുവന്ന പിന്നെ ആ ആനകളുടെ അതുപോലത്തെ ആനയെ നോക്കിയിരിക്കും. രാമേന്ദ്രേട്ടൻ തൊഴിലുകാരൻ. രാമേന്ദ്രേട്ടൻ അങ്ങനെ ഒരു കനമില്ല. ആള് പൽപ്പനാഭൻ നിന്ന് മാറിയിട്ട് പിന്നെ അയച്ചത് ഓച്ചിറ മോഹൻനാനേനെയാണ്. അത് കഴിഞ്ഞ് നേരെ അയച്ചത് പനംകുളത്തുകാരൻ ജഗന്നാഥനെ. അതൊന്നും വലിയ ആനകളായിരുന്നില്ല. അതുമൊന്ന് നേരെ വീണ്ടും വന്നത് അച്ചാട് ധർമ്മനാണ്. ആൾക്ക് വേണമെങ്കിൽ വലിയ ആനകളെ ആൾക്ക് ഉറപ്പായിട്ടും കിട്ടും, തർക്കമൊന്നും വേണ്ട. തൊഴിലെടുക്കാനുള്ള ധൈര്യം ആൾക്കുണ്ട് ഏത് ടൈപ്പ് ആനോടും. അയാളുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലാന്ന്.
പിന്നെ മുകളിലിരിക്കാനൊക്കെ നല്ല വയല്ലേ, ഇരുന്ന് വരണം കാണാൻ തന്നെ പത്രാസല്ലേ, അതുകൊണ്ട് ആളോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ആനക്കാരോടൊക്കെ, എനിക്ക് ആനക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടു, പക്ഷെ ഞാൻ കണ്ട ഒന്നാമനായിട്ടും എൻ്റെ മനസ്സിൽ ഇഷ്ടമെന്നുള്ള ആനക്കാരോടൊക്കെ ഞാൻ ആ ബന്ധം എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ഉണ്ട്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാമേന്ദ്രേട്ടൻ, തിരുവേഗപ്പുറം ഉണ്ണീഷ്ണേട്ടൻ, കൊല്ലം രാമകൃഷ്ണേട്ടൻ. തൊഴിലിൻ്റെ കാര്യത്തിൽ ഇവരോടെല്ലാം ചെറിയൊരു മമത കൂടുതലുണ്ടെന്ന്. ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ കണ്ട് പഠിക്കാനില്ലേ, ഇതൊക്കെ അവർക്ക് നല്ല കുറേ ആശാമാരെ കൂടെ നല്ല അടി മേടിച്ച് പണി പഠിച്ചവരാണ്. 2-3 മാസം 2-3 ദിവസം ആനയുടെ കൂടെ നടന്നു ആലവട്ടം വീശിയിട്ട് പാപ്പന്മാരായവരെല്ലാവരും. വളരെ കുറച്ച് ആൾക്കാർ ഈ തലമുറയിലുള്ളൂ. അങ്ങനെ അയാളുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ കൂടെ നിന്ന് എത്രയോ ആനക്കാരുണ്ട്. അങ്ങനെ കുറേ ആനക്കാരെ കൂടെ നിന്ന് എല്ലാവരും നമ്മൾ പുതിയ ആൾക്കാർ, കുറേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ പഴയ ആൾക്കാരെ കൂടെ നിന്ന് പണി പഠിച്ചവരുണ്ട്. അപ്പോൾ തിരുവേപ്പുറ ശങ്കരനാരായണൻ എന്നൊക്കെ വെള്ളിനേഴ് കണ്ണനൊക്കെ അങ്ങനെ ഒരുപാട് നാൾ നല്ല നല്ല ആശാന്മാരെ കൂടെ നിന്നിട്ടുള്ളതാണ്. കണ്ണുമണിയുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നിന്നിട്ടുള്ളവരുണ്ടെന്നോ, തീരെ ഇല്ലാത്തവരുണ്ടെന്നല്ല പറയാൻ. അവർക്ക് എതിരെ ഇപ്പോൾ ആനയെ അയച്ചു കയറാൻ സാധിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഈ പാറശ്ശേരി ചാമിയേട്ടൻ്റെ കൂടെ എന്തെങ്കിലും പണിക്കായിട്ടോ അല്ലെങ്കിൽ ഇടപഴകാനോ അവസരം ഉണ്ടായിട്ടുണ്ടോ? പാറശ്ശേരി ചാമിയേട്ടൻ്റെ കൂടെ മനയിൽ പോകുമ്പോൾ പരിക്കാശ്ശേരി മലയിൽ പോകുമ്പോൾ ആളോട് ഉണ്ടാവും. ഞങ്ങൾ എത്രയോ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ആളൊക്കെ ആനയെ കൊണ്ടുവരണം ഇഷ്ടംപോലെ കണ്ടിട്ടില്ലല്ലേ. എനിക്കറിയാലോ, ആള് രഘുരാമനെ കൊണ്ടുവന്നിരുന്നു, കർണനെ കൊണ്ടുവന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് സത്യം പറഞ്ഞ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വരാൻ കാര്യം എനിക്ക് ഈ പഴയ ആൾക്കാർ കുറച്ച് കഥകൾ കുറേ കേൾക്കും. പാറശ്ശേരി ചാമിയേട്ടൻ സംഭവം എന്താ വെച്ചാൽ ആളൊക്കെ ശരീരത്തിന് കേടുപറ്റാതെ, പിന്നെ പാറശ്ശേരി ചാമിയേട്ടൻ്റെ പ്രത്യേകത, ആൾ മദ്യം കഴിക്കില്ല, വീഡിയോ വിളിക്കില്ല. ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മൾ പഠിക്കാണ്ടെന്ന്. നല്ല ജീവിത സാഹചര്യം ഉണ്ട്. ആൾ നല്ല ആൾ ഒരുപാട് ആനയ്ക്ക് നിന്നിട്ടുണ്ട്. ആൾ നിന്ന് സ്വന്തം ആനകളെ എത്ര മേടിച്ചു, എത്രയോ ആനകളെ സ്വന്തമായിട്ട് മേടിച്ചു, അറിയില്ലേ? ഏട്ടാനകളെ തന്നെ മേടിച്ച ആൾ വിറ്റിട്ടുണ്ട്. അതൊക്കെ ആൾ ഈ തൊഴിലെടുത്ത് തന്നെ ചെയ്തേക്കണേ. നല്ല നീറ്റായിട്ട് പോയിട്ടുള്ള ആനക്കാരാണ് അവരൊക്കെ. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ കാര്യം പറയാം, ഇപ്പം ഈ തൊഴിലെടുത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാനും, നമുക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും, അല്ലെങ്കിൽ വിവാഹം അയക്കാനും ഒക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ തൊഴിലിനുണ്ട്. പണ്ടാവുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. നമ്മൾ മറ്റു പല ലഹരികൾക്കും, നമ്മൾ ആനയെ കൊണ്ടുനടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കാനും നമ്മളെ കമ്പനി കൂടാനും വിളിക്കാൻ 100 ആളുണ്ടാവും. നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ വിളിക്കാൻ നമ്മളെ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ള വിവരം നമ്മുടെ ആനക്കാർ സഹോദരന്മാർ മനസ്സിലാക്കിയാൽ അവിടെ ആൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ ആൾ വിജയിച്ചു. അത്രയുള്ള കാര്യം. നമ്മൾക്ക് ലഹരി കൊണ്ടുവന്ന് നമുക്ക് ഒരു കുപ്പി മദ്യം കൊണ്ടുവന്ന് തന്നിട്ട് കമ്പനി അടിക്കാൻ പറ്റുന്ന സുഹൃത്ത് നമ്മുടെ സുഹൃത്തല്ല. അവൻ നമ്മുടെ നാശമാണ് ആഗ്രഹിക്കണേ. എന്താ വെച്ചാൽ നമ്മളൊരു പൂരപ്പറമ്പിൽ അത്രയും ജനങ്ങളുടെ ഇടയിൽ പൂരം നടത്താൻ വന്നിട്ടുള്ള ആനപ്പാപ്പാനെ മദ്യം കൊടുത്ത് അവന് ഒന്ന് ഓർമ്മക്കുറവ് വരികയോ അല്ലെങ്കിൽ ആനയെ നിയന്ത്രിക്കാൻ പറ്റായികയോ വന്ന് ആന ഒന്ന് കയ്യിൽ നിന്ന് പോയി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ആരാ? പാപ്പാനും ഉടമസ്ഥനും ആനയ്ക്ക് മാറി. അപ്പോൾ ഇത് കൊടുത്തവൻ അറിയാണ്ട് പോയി. അപ്പോൾ കൊടുത്തവന് ഈ മേഖലയോടും ഈ പ്രസ്ഥാനത്തിനോടും പാപ്പാനോടും ഒന്നും അല്പം പോലും സ്നേഹമില്ല. കഴിക്കണവർ കഴിച്ചോട്ടെ, അതൊരു പണിയൊക്കെ കഴിഞ്ഞ് പറമ്പിലൊക്കെ ആന വരുമ്പോൾ അല്ലെങ്കിൽ ആന കൊടുന്ന് കിട്ടിയ അവർ വേണമെങ്കിൽ 2 പെഗ് കഴിച്ചോട്ടെ. സർക്കാർ ഇത് കൊടുക്കണത് വിൽക്കണതാണല്ലോ, അത് കട്ട് വിൽക്കണമെന്നല്ലല്ലോ. ഞാൻ കഴിക്കില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ. അപ്പോൾ അത് ആ ഒരു സുരക്ഷിതത്തിൽ കഴിക്കാതിലും കുഴപ്പമില്ല. ജോലിയുടെ ഇടയിൽ മദ്യപിച്ചുള്ള പരിപാടി മഹാമോശ, ചെയ്യാതിരുന്നത് നന്നായി. അത് ഏത് തൊഴിലായാലും. അതെ. ഈ പാറശ്ശേരി ചാമിയേട്ടൻ്റെ കാര്യം ഒന്ന് കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ആളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ ചാമിയേട്ടൻ നല്ല നീറ്റായിട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ആന കൊണ്ടുവക്കുന്ന ആളാണ്. പിന്നെ കർണനാനയുടെ നിലവാക്കിയതെന്ന് പറഞ്ഞാൽ നിലവ് ആൾക്ക് മുന്നേ കയറിയിട്ടുള്ള ആൾക്കാരും സൂപ്പർ ആനക്കാരാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു. കടുവ വേലതിൻ്റെ അനിയൻ ഉണ്ണി എന്ന് പറഞ്ഞ ആളായിരുന്നു. അതിന് മുന്നേ ഊട്ടർ ഉണ്ണിയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശരീരഭാഷ അത്തരം ഒരു കൂട്ടല്ല. തല എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നൊരു പ്രകൃതമാണ്, മനസ്സിലായി പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അതിനെ നന്നായി തിന്നാനും വെള്ളം കൊടുത്ത് നീറ്റായിട്ട് കൊണ്ടുവന്ന് സദസ്സുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കർണൻ്റെ ഒരു പ്രത്യേകത ഞാൻ നമ്മൾ നോക്കിയിട്ടുള്ള കാരണം നമ്മളോട് നിർത്തിയിട്ടുണ്ടല്ലോ, അതറിയാലോ. ഭയങ്കര സങ്കടം വരും ആനയ്ക്ക്. നമ്മൾ ആവശ്യമായിട്ട് അടിക്കടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വിഷമം വിട്ടു പോകാൻ കുറേ സമയം പിടിക്കും. പാവം തോന്നും, പാവമാണ് സത്യം പറഞ്ഞാൽ. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ സ്നേഹത്തിൽ കൊണ്ടുവരണം. അത് ചാമിയേട്ടൻ അത് അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളാണ്. ചാമിയേട്ടൻ നമ്മുടെ രഘുരാമനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മനുഷ്യരിൽ വന്ന കച്ചവടം ചെയ്തപ്പോൾ ഒരുപാട് ആനക്കുട്ടികളാൾ ഐക്യം ഒട്ടുക്ക് ചേർന്ന ഒരുപാട് ആന കൊണ്ടുവന്നിട്ടുണ്ട്. ശങ്കരമംഗലം അമ്പലത്തിലെ അയ്യപ്പൻ, ഗണപതി, കുട്ടിക്കൃഷ്ണൻ, മനുശ്ശേരി രാജഗോപാൽ, ഒരുപിടി ആനകൾ. ചെർപ്പളശ്ശേരി അമ്പലത്തിലെ ഗംഗാരനേക്കാൾ കൊണ്ടുവന്നിട്ടാണ്. ഒരുപാട് ആൾക്കുന്നുണ്ട്. അയാളുടെ തൊഴിൽ നന്നായി നല്ല തൊഴിലുകാരാണോ. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 80 വയസ്സിൻ്റെ മുകളിൽ പ്രായം ഉണ്ടാവും. ഇപ്പോഴും ആൾ നല്ല ഹെൽത്തിയാണ്, നല്ല ആരോഗ്യവാനാണ്. ഈ കർണൻ്റെ കേസ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ നല്ലപോലെ ആരോഗ്യത്തിൽ വന്ന സമയത്ത് ചില സമയത്ത്
ഈ ആരോഗ്യം പോയി കഴിയുമ്പോൾ ചിലരെങ്കിലും ഈ അഭിനവ ആനപ്രേമികൾ എന്ന് പറഞ്ഞാൽ ആനകൾ ന്യായീകരിക്കാൻ പറ്റും, ഒറ്റപ്പാളി ആനയാണ്, കാരണം ഒറ്റപ്പാളി ആനയാണ്, അത് നന്നാവൂല, എത്ര കൊടുത്താലും അതിൻ്റെ നന്നാവൂല. വിഷയം എന്താ അറിയോ, നമ്മുടെ ഒരു പ്രശ്നം ഈ സിനിമാ നടന്മാരെ പോലെയാണ് ആനകളുടെ അവസ്ഥ. നല്ല വലിയ ആനകളുടെ, വലിയ ആനകൾക്ക് മാത്രമേ കൂടുതൽ ഫാൻസ് കാണിക്കുള്ളൂ. അതുള്ളൂ. നല്ല ഇഷ്ടമുള്ള ആനക്കാർ ചെറിയ ചെറിയ ആന ഇഷ്ടം. എൻ്റെ ജീവൻ ആനക്കുട്ടി ഒരു പരിപാടിക്ക് പോയില്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമായില്ല. ഇവർക്ക് ജീവൻ ആനക്കുട്ടിൻ്റെ ജീവനാ, മനസ്സിലായില്ലേ പറഞ്ഞേ. അത്ര നല്ല ഇഷ്ടപ്പെടുന്നവരുണ്ട്. കർണൻ നല്ല പ്രായത്തിൽ മാറ്റം 1992 വന്നിട്ടുള്ള ആനയാണ് കർണൻ. എത്ര കൊല്ലായി. വരുന്ന കാലത്ത് കുട്ടിയാനയല്ലാന്ന്, വരുന്ന കാലത്ത് ആ ഫോട്ടോസ് കണ്ടാൽ 30-35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ആനയാണ്. 2002, 2010, 2022, അപ്പോൾ തന്നെ 30 വർഷം പിന്നെയും കഴിഞ്ഞു. അത്രയും പ്രായം മാറില്ലേ, ഒരേ പവറിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റണേ? സത്യത്തിൽ കർണൻ ഒറ്റപ്പാളി ആനയായിരുന്നു. കർണൻ ഒറ്റപ്പാളി ആനയല്ല, കാരണം നല്ല കനത്തിൽ നിൽക്കണ ആന. കണ്ട ശരീരം കണ്ടിട്ടില്ലേ? പഴയ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഭയങ്കര ശരീരം നിൽക്കണ ആന. ശരീരം ആന ക്ഷീണം വന്നപ്പോൾ ചൊട്ടിയതാ. അത് ഭക്ഷണം കഴിച്ച് കൊടുക്കാണ്ടല്ല, ദഹന പ്രക്രിയ നടക്കണ്ടേ. ഞാൻ പറയണ, നമ്മൾ പണ്ട് കണ്ട പല സൂപ്പർ സ്റ്റാറുകളും നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടവരിപ്പോൾ അതേ എനർജിയിലാണോ? ഞാൻ പേര് പറയാതെ ചോദിക്കാണോ? അല്ല. ഇപ്പൊ പിന്നെ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്, അവർക്ക് ഒരേ സമയം ഒറ്റയടിക്ക് 7 ആളേക്ക് വിടാൻ പറ്റും. പക്ഷെ അവരുടെ അവസ്ഥ അങ്ങനെയാണോ? അല്ല. ഞാൻ പറയണേ, നമുക്കൊരു ജനിച്ചാൽ നമുക്ക് എന്തായാലും പ്രായാധിക്യം വരും, വാർദ്ധക്യം വരും. ആ വാർദ്ധക്യം കർണനുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതാണ് അതിന്റെ സത്യാവസ്ഥ. അത് സത്യം. പിന്നെ ആ ആനയ്ക്ക് വന്ന പാപ്പാമാരെ എല്ലാവരും കറക്റ്റായിട്ടില്ല. ഒരു മനസ്സമാധാനം. ആറ്റക്കര നാരായണട്ടൊക്കെ നിൽക്കുമ്പോൾ നന്നായി നല്ല ശരീരമുണ്ട്. എന്നുവെച്ചാൽ ദഹന പ്രക്രിയയൊക്കെ കുറവായി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ. ഈ പറഞ്ഞ പ്രേമികൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അതിന് വയ്യല്ലോ, അതിന് തല പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്ഷീണമായല്ലോ എന്ന് പറയില്ലെന്ന്. അവിടെ എത്തുമ്പോഴേക്കും പറയും, കുത്താൻ പറയും. അപ്പോൾ പിന്നെ കുത്തി പൊക്കി. അപ്പോൾ നിർത്തിയില്ലെങ്കിൽ കാപ്പി കാശുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ തന്തയ്ക്ക് വിളിക്കും. കുറേ കമ്മിറ്റിക്കാർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്ന്. എല്ലാവരും പല മാതാപിതാക്കളിൽ ഉണ്ടാവണമെന്നല്ലേ നമുക്ക് പലർക്കും പല വികാരങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് പോകണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ ചിലത് നന്നാവും, ചിലത് കേടാവും, അത്ര തന്നെ കാര്യം. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഈ ആനഫീൽഡ്? ആനഫീൽഡില് വർഷം പറഞ്ഞാൽ കഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ